മലയാളികളെ ഇങ്ങനെ മണ്ടന്മാരാക്കിക്കൊണ്ടിരിക്കുന്ന ഇടത് വലത് ട്രേഡ് യൂണിയനുകൾ അല്ലേ, സംഘടനകൾ ഭയന്നിട്ടാണ് നമ്പ്യാരെ. അല്ലാതെ നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പോൾ പ്രൈവറ്റ് വാഹനങ്ങൾ രാവിലെ തന്നെ തലസ്ഥാന നഗരിയിൽ ഓടുന്നുണ്ട്. മറ്റു നഗരങ്ങളുടെ അവസ്ഥ നമുക്ക് റിപ്പോർട്ടർമാരോട് ചോദിച്ചറിയാം. പക്ഷേ മൈൻഡ് ചെയ്യാത്തവരുണ്ട്. ഇപ്പോൾ ഒരു സ്കൂട്ടറോ കാറോ ഒക്കെ ഉണ്ടെങ്കിൽ അത് അത്യാവശ്യം പോലീസിൻ്റെ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ പബ്ലിക് സാന്നിധ്യം അല്ലെങ്കിൽ CCTV ക്യാമറയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ധൈര്യത്തിലിറങ്ങും. പക്ഷെ പൊതുഗതാഗതം, ഒരു സ്കൂട്ടർ പോലും ഇല്ലാത്ത ഒരാൾ എങ്ങനെ ജോലിക്ക് പോകും? നഗരത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്ന് ദിവസക്കൂലിക്കായി വരുന്ന ഒട്ടനവധി പേരുണ്ട്. വീട്ടുജോലി ചെയ്യുന്നവരുണ്ട്, പിന്നെ നഴ്സുമാരുടെ ജോലി ചെയ്യുന്നവരുണ്ട്, കൂലിപ്പണി ചെയ്യുന്നവരുണ്ട്, സ്കിൽഡ് ജോബ് ചെയ്യുന്നവരുണ്ട്. അനഘയോട് സംസാരിച്ച ആ സെക്യൂരിറ്റി ജീവനക്കാരല്ലേ, ജോലി കഴിഞ്ഞ് ഇനി വഴിയാധാരം എങ്ങനെ വീട്ടിലെത്തും? 24 മണിക്കൂർ ഇനി അങ്ങനെ എവിടെയാണ്? KSRTC ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് 2 ജില്ലകളിൽ മാത്രമേ സർവീസ് നടത്തുന്നുള്ളൂ. അത് ഏതൊക്കെയാണോ? അതെ, കണ്ണൂരിലുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതൊരു ഭാഗത്ത്. അപ്പോൾ പേടിച്ചിട്ട് അടിച്ചു പൊട്ടിക്കും. അവർ കടകൾ, വലിയ ഹോട്ടലുകൾ എന്തുകൊണ്ട് തുറക്കുന്നില്ല? ഭക്ഷണം തട്ടുകടയിൽ ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നോക്കും. എനിക്ക് തോന്നുന്നു ഇതൊക്കെ വന്നിപ്പോൾ പ്രകടനപരതയൊക്കെ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് അവർ അടച്ചിട്ട് മാറുമായിരിക്കും. ഇനിയിപ്പോൾ 10 മണിക്കാണല്ലോ ഇവരൊക്കെ പുറത്തിറങ്ങുകയും അതുപോലെ പ്രകടനമൊക്കെ ഉണ്ടാവുമല്ലോ. ആ സമയത്താണ് കയറി നിരങ്ങുക. സാധാരണ അത്തരം സമയത്താണ് ഇവരുടെ അതിക്രമങ്ങൾ പൊതുസമൂഹം കാണാൻ പോകുന്നത്. നമുക്കിതിൻ്റെ ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അത് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. നമുക്കിപ്പോൾ സുധീഷിലേക്ക് പോകാം. ആലപ്പുഴയിൽ നിന്ന് സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, ആലപ്പുഴയിൽ KSRTC സർവീസ് നടത്തുന്നുണ്ടോ? ജനജീവിതത്തെ എങ്ങനെയാണ് ബാധിച്ചിരിക്കുന്നത് ഈ സോക്കോൾഡ് ദേശീയ പണിമുടക്ക്? കേട്ടോ, കേരളത്തിൽ മാത്രം കാണുന്ന ഒരു പ്രതിഭാസമാണ്, പക്ഷേ അതിനെ പേരിട്ട് വിളിക്കുന്നത് ദേശീയ പണിമുടക്കുന്നതാണ്. എങ്ങനെയുണ്ട് അതിൻ്റെ ഒരു ഇഫക്റ്റ്? എങ്ങനെയുണ്ട്, ഇമ്പാക്റ്റ് എങ്ങനെയുണ്ട്? നമ്പ്യാർ, ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എടുത്തു പറയേണ്ടത് റോഡ് ഗതാഗതം പോലെ തന്നെ ജലഗതാഗതവും വലിയ രീതിയിൽ ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു ജില്ലയാണ്. അതുകൊണ്ട് തന്നെ ബോട്ട്, അതായത് വാട്ടർ ഇത് നടത്തുന്ന ബോട്ട് സർവീസുകൾ അത് നിലച്ചു പോയാൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ജനങ്ങൾക്കുണ്ടാവും. അത്തരമൊരു പ്രതിസന്ധി കുട്ടനാട് അടക്കമുള്ള പ്രദേശങ്ങളിലുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ചെങ്ങന്നൂരാണ്. നമ്മൾ ആലപ്പുഴയിൽ നിന്ന് ചെങ്ങന്നൂരേക്ക് വരുന്ന വഴിയൊക്കെ തന്നെയും ചെറിയ ഹോട്ടലുകളെല്ലാം തന്നെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ KSRTC മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് സർവീസ് നടത്തുന്ന KSRTCകൾ ഇന്ന് രാവിലെയും ആ സർവീസുകൾ പൂർത്തീകരിച്ചുകൊണ്ട് തിരുവനന്തപുരത്തേക്കും മറ്റും പോകുന്നുണ്ടായിരുന്നു. എന്നാൽ കേരളത്തിനകത്ത് നടത്തുന്ന സർവീസുകൾ ഒന്നും തന്നെ ആലപ്പുഴയിൽ നിന്നോ മറ്റ് ചെറു ഡിപ്പോകളിൽ നിന്നോ സർവീസ് നടത്തിയിട്ടില്ല എന്നതാണ് ഇതുവരെയും നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. എന്നാൽ ഇപ്പോൾ ചെങ്ങന്നൂരും മറ്റും സ്വകാര്യ ബസ്സുകൾ അടക്കം മാരാമൺ കൺവെൻഷൻ്റെ ഭാഗമായുള്ള സർവീസുകൾ നടത്തുന്നുണ്ട്. അതിനു പുറമെ പമ്പയ്ക്കുള്ള KSRTC സർവീസുകൾ ഇവിടെ നിന്നും പോകുന്നുണ്ട്. അത്തരത്തിലാണ് ഇവിടെ നിലനിൽക്കുന്നതിനാൽ 10 മണിയോടുകൂടി ഇവരുടെ പ്രകടനം വരുമ്പോൾ ഏത് രീതിയിലാവും അവസ്ഥ എന്നത് തന്നെയാണ് ഓരോരുത്തരും ആശങ്കയോടെ കാണുന്നത്. ഇപ്പോൾ ഹോട്ടലുകളിൽ തന്നെ നമ്മൾ രാവിലെ സംസാരിച്ചപ്പോൾ പ്രഭാത ഭക്ഷണം മാത്രമേ ഒരുക്കിയിട്ടുള്ളൂ. ഉച്ചക്കലത്തേക്കുള്ള ഭക്ഷണം കൂടി ഒരുക്കിയാൽ ഇവർ ഏതെങ്കിലും തരത്തിൽ തടസ്സപ്പെടുത്തിയാൽ വലിയ രീതിയിൽ നഷ്ടമുണ്ടാകും. അതുകൊണ്ട് പ്രഭാത ഭക്ഷണം 10 മണിയുടെ ഇവരുടെ പ്രകടനം വരെ കച്ചവടം നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് വരുന്നത്. അവിടെയൊക്കെയും വലിയ ആൾക്കൂട്ടമുണ്ട്. കാരണം ദിവസ ജോലിക്കും മറ്റും പോകുന്നവരെല്ലാം തന്നെ അവിടെ വന്ന് ഭക്ഷണവും ചായയും കുടിച്ചാണ് പോകുന്നത്. സുധീഷിന്റെ കഴുത്തിനാരാ പിടിച്ചത്? CITU ആണോ അല്ലെങ്കിൽ INTUC ആണോ? ആരും പിടിച്ചതല്ല, തൊണ്ടയ്ക്ക് ഇൻഫെക്ഷൻ ആയതാണ്. വലിയ രീതിയിൽ പ്രശ്നമുണ്ട്, അതുകൊണ്ട് പറയുന്നതിന്. ഓക്കെ, ഇപ്പം ഇദ്ദേഹത്തോടെ തന്നെ ചെങ്ങന്നൂരെ ഒരു സാഹചര്യം കൂടി ഒന്ന് ചോദിക്കാം. എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ? ഇത് മാറാൻ സാധ്യതയുണ്ടോ? 10 മണിയുടെ ഒരു പ്രകടനമൊക്കെ വരുമ്പോൾ? ഇപ്പം പ്രശ്നമൊന്നുമില്ല. ഇപ്പം ഇവിടെ ശബരിമല നട തുറന്നിരിക്കുന്നതുകൊണ്ട് അയ്യപ്പന്മാർക്കും വരാം. മാരാമൺ കൺവെൻഷൻ ആയതുകൊണ്ട് അവർക്കും പോകാമെന്ന് ചെങ്ങന്നൂരിനെ ഒഴിവാക്കി എന്നാണ് പറയുന്നത്. 10 മണിക്കിനി ഇവരുടെ പ്രകടനമുണ്ട്. അപ്പോൾ പ്രകടന സമയത്തിനും വല്ലവരും വണ്ടി നിന്ന് വായിച്ചേറിയ അവർക്ക് വലിയ പ്രശ്നം വരുമായിരിക്കും. അങ്ങനെയുള്ള ഇതേ ഉള്ളൂ. ഈ ഇത്തരത്തിൽ ഇവിടുന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ റോഡിൽ തടയാനുള്ള സാധ്യതയുണ്ടോ? ചിലപ്പം ഇവിടം വിട്ട് പോയാൽ റോഡിൽ തടയും. ഇവിടം ഈ ചെങ്ങന്നൂരിനെ ഒഴിവാക്കി എന്ന് പറയുന്നത് ബാധകമാണ്. പക്ഷേ പുറത്തോട്ട് പോയാൽ തടയാൻ തന്നെ സാധ്യത കാണും. ഹോട്ടലുകളും എല്ലാം പ്രവർത്തിക്കുന്നുണ്ടോ? ഹോട്ടലുകൾ ചെങ്ങന്നൂരേ ഉണ്ട്, അല്ലാതെ വെളിയിലൊന്നുമില്ല.
അതാണ് അവസ്ഥ. ഈ പമ്പ ഇന്ന് പമ്പ സർവീസ് KSRTC നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ശബരിമല നട തുറന്നതിനാൽ അയ്യപ്പ ഭക്തർക്ക് വേണ്ടി ഇവിടെ ഹോട്ടലുകൾ പ്രവർത്തിക്കാനും അനുമതി കൊടുത്തിട്ടുണ്ട്. എന്നാൽ ജില്ലയുടെ മറ്റു ഭാഗങ്ങളിലും ഹോട്ടലുകളും ചെറുകടകളും ഒക്കെ തന്നെ രാവിലെ തുറന്നിട്ടുണ്ട്. എന്നാൽ ഈ പറഞ്ഞ പോലെ തന്നെ 10 മണിയോട് ഇവരുടെ പ്രകടനം വരുമ്പോഴാണ് മറ്റ് സംഘർഷ സാധ്യതയും മറ്റും നിലനിൽക്കുന്നത്. സ്വകാര്യ വാഹനങ്ങളാണ് ഇപ്പോൾ ഇവിടെ വരുന്ന യാത്രക്കാർക്കൊക്കെ വന്നിറങ്ങുന്നവരെ കൊണ്ടുപോകാനും സ്വകാര്യ വാഹനങ്ങൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇവിടെ ഓട്ടോ സർവീസുമുണ്ട്. എന്നാൽ ആലപ്പുഴയിലും മറ്റും സാഹചര്യം കുറച്ചുകൂടി വ്യത്യസ്തമാണ്. അവിടെ എത്തുന്ന യാത്രക്കാർ വലിയ രീതിയിൽ വലയാനുള്ള സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബോട്ട് സർവീസ് നടത്താത്തത് കൊണ്ട് തന്നെ അത്തരം കുട്ടനാട്ടിലേക്കും മറ്റുമുള്ള യാത്രക്കാർക്കും അവിടെ നിന്നും പുറത്തേക്ക് പോകാനും അവർക്ക് ഈ ജലഗതാഗതം മാത്രമാണ് ഒരു ആശ്രയം. അത്തരത്തിലുള്ള ആൾക്കാർ വലിയ രീതിയിൽ ബുദ്ധിമുട്ടാനുള്ള സാഹചര്യവുമാണ് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ ടൂറിസം മേഖല, ആലപ്പുഴയിൽ ടൂറിസം മേഖല ഏറ്റവും നല്ലൊരു സീസണായി മുന്നോട്ട് പോകുമ്പോഴാണ് ഇത്തരം ഹർത്താലുകൾ. അത് ടൂറിസം മേഖലയും കനത്ത തിരിച്ചടി ഉണ്ടാക്കുമെന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. സുധീഷ് ഗോപാലിന് തൊണ്ട വയ്യാത്തതുകൊണ്ട് അധികം പറയിപ്പിക്കേണ്ട. ഇനിയുള്ള റിപ്പോർട്ടുകൾക്കായിട്ട് ആ തൊണ്ടയുടെ എനർജി ഒന്ന് സെർവ് ചെയ്യട്ടെ. ഹാപ്പി ഹർത്താൽ ഡേ സുധീഷ് ഗോപാൽ. പക്ഷെ ജലഗതാഗതം അത് ആശ്രയിച്ച് വരുന്നവർ വെള്ളത്തിലാകുമോ എന്നുള്ളത് ഒന്ന് കണ്ടറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ ചൂണ്ടിക്കാട്ടിയ പല പല വിഷയങ്ങൾ അയാൾ പറഞ്ഞില്ല, ഇവരുടെ ഒരു പ്രകടനം വരുന്നവരെ പ്രഭാത ഭക്ഷണമെങ്കിലും വിറ്റ് ഉള്ളത് കൊണ്ട് ജീവിക്കാം. ഭീതി അല്ലേ, മലയാളികളുടെ ഈ ഭീതി എന്ന് മാറുന്നുള്ളതാണ്. കൃത്യമായ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. TP ജോസ്, ബന്ദിനെയും CPM-നെയും കേരളത്തിൽ പുരോഗതി ആഗ്രഹിക്കുന്ന ജനങ്ങൾ തള്ളിക്കളഞ്ഞു. ഇനി കേരളത്തിൽ വേണ്ടത് ബന്ധല്ല വികസനം ആണ് എന്ന് നമ്മൾ പറഞ്ഞ ചോദ്യം ഉണ്ണി മോഹൻ എന്ന പ്രേക്ഷകൻ ഉന്നയിക്കുന്നു. പണി തടയൽ തുടങ്ങിയോ? ഒരാളിന്റെ പണിയെടുക്കാനുള്ള അവകാശത്തെ തടയലാണല്ലോ പണിമുടക്ക്. മനസ്സിലായി? ഒട്ടനവധി പ്രതികരണങ്ങൾ വരുന്നുണ്ട്.